പോലീസിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചു പി.വി. അൻവർ. പീഡന പരാതി നൽകിയ വീട്ടമ്മയ്ക്ക് എന്തുകൊണ്ട് നീതി കിട്ടിയില്ല, പോലീസ് എന്തുകൊണ്ട് എഫ്ഐആർ ഇടാൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യവും അൻവർ ഉന്നയിക്കുകയാണ്. ഇടതുപക്ഷ എംഎൽഎ ആയ കൊല്ലത്തെ മുകേഷ് എംഎൽഎക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു എഫ്ഐആർ ഇട്ടല്ലോ കുഴപ്പം? എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. എഫ്ഐആർ എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താൽ? ഐജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ എംഎൽഎ എതിരെ ഏതെങ്കിലും ഒരു എന്റെ പേരിലും പറയാലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ്.പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. തൃശൂരിൽ പി.വി. അൻവർ മൊഴി നൽകുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്. കൂടുതൽ വിവരങ്ങളുമായി സി.വി. അനുമോദ് ചേരുകയാണ്. അനുമോദ്, നേരത്തെ തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ട് ഹെഡ് മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കാൻ സഹപ്രവർത്തകരായ അധ്യാപകരെയും പ്യൂണിനെയും ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. അത് ഇതേ അന്വേഷണ സംഘത്തെക്കുറിച്ചാണ് അൻവർ ചോദിച്ചത്. ഇപ്പോൾ അതേ അന്വേഷണ സംഘത്തിന് മുന്നിൽ അൻവർ മൊഴി കൊടുക്കുകയാണല്ലോ. ഇന്നലെ പരാതി തന്നെ അദ്ദേഹം പുറത്തുവിട്ടതാണ്, എന്തൊക്കെ മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞുവെന്ന്. അപ്പോൾ ആ കാര്യങ്ങൾ അതേപടി ബോധിപ്പിക്കുക, അതാണോ അൻവർ ഉദ്ദേശിക്കുന്നത്? പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ? ഇന്നലെ വൈകുന്നേരം ഇതേ ഗസ്റ്റ് ഹൗസിൽ, മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഇരുന്നാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ നാളെ താൻ മൊഴി കൊടുക്കുന്നു എന്ന വിവരം പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ഇന്ന് തൃശൂർ DIG-ക്ക് മുമ്പാകെ അദ്ദേഹം ഹാജരായി, അദ്ദേഹം നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുകയാണ്, അതിന്റെ തെളിവ് കൈമാറുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് സ്വർണ്ണക്കടത്ത് കേസും ഒന്ന് ഇടവണ്ണയിലെ പ്രധാൻ ബേസിൽ വധക്കേസുമാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം 1 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വീണ്ടും ഈ ഒരു മൊഴി രേഖപ്പെടുത്തുമ്പോൾ നൽകും എന്നാണ് അറിയുന്നത്. അതിന് പുറമെ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഫോൺ സംഭാഷണങ്ങൾ, രേഖകൾ ഇതെല്ലാം തന്നെ കൈമാറുമെന്നാണ് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആരോപണം അത് ഒരു ഇടതുപക്ഷ ശൈലിയല്ല, ഇടതുപക്ഷ പാർലമെന്ററി രീതിയല്ല എന്ന് പൂന്യൻ മാഷ് പറഞ്ഞപ്പോൾ അതെന്റെ സ്വന്തം ശൈലിയാണ്, ഞാനെന്റെ വ്യക്തി സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു പരാതി ഇത് 1 മാസത്തിനകം അന്വേഷിച്ച് നടപടിയെടുക്കും, തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകളാണ്. എന്തെല്ലാം തെളിവുകൾ അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സുജിത് ദാസുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഇതിനോടകം തന്നെ പുറത്തുവിട്ടതാണ്. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ശബ്ദരേഖകളോ മറ്റ് തെളിവുകളോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങൾക്ക് പുറത്തുവിടാത്ത, മാധ്യമങ്ങൾക്ക് മുമ്പിൽ തരാത്ത എന്തെല്ലാം തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ശരിയാണ് അനുമോദ്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കുകയാണ് പി.വി. അൻവർ. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പുനർജനി കേസ് അട്ടിമറിച്ചു എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. ED അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നും VD സതീശനോട് ചോദിച്ചിരുന്നു പി.വി. അൻവർ. അതോടൊപ്പം തന്നെ RSS